ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ഇന്ന് നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രൊമോഷൻ നടക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ആപ്പ് എന്താണ്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയാനും ഈ ഒരു കാര്യങ്ങൾ നിങ്ങളോട്ട് എത്തിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫ്രണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് റിവ്യൂ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഒത്തിരി പേര് ഇന്ന് പെയ്ഡ് പ്രൊമോഷനായിട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫ്രണ്ട് ആപ്പ്. അതിൻ്റെ ഒരു ചെറിയൊരു പരസ്യം നമുക്ക് ആദ്യം ഒന്ന് കാണാം, അതിനുശേഷം ബാക്കി ഡീറ്റെയിൽ ആയിട്ട് വരാം. പിന്നെ നമ്മുടെ ഫ്രണ്ട് ആപ്പിൽ ഇങ്ങനത്തെ ഒരുപാട് ചലഞ്ചസ് ചെയ്യാം, ഗെയിംസ് കളിക്കാം, ചാറ്റ് റൂം ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഒരുപാട് ജെനുവിൻ കണക്ഷൻസ് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, സേഫ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സും കാര്യങ്ങൾക്കും മാച്ച് ആവുന്ന ഒരു ബാഗ് കൂടെ നോക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ. ശരിക്കും ഈ ഒരു ഫ്രണ്ട് ആപ്പിൻ്റെ അകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ എൻ്റെ ഫോണിൽ ഫ്രണ്ട് ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തു. ആദ്യം മൊബൈൽ നമ്പറാണ് ചോദിക്കുക. മൊബൈൽ നമ്പർ കൊടുത്തു. OTP വന്നതിന് ശേഷം നമ്മുടെ നമ്മൾ ഗേളാണോ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വോയിസ് വെരിഫിക്കേഷൻ ഉണ്ട്. അതായത് അവരൊരു സെൻറ്റൻസ് നമ്മുടെ മൊബൈലിൽ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും. അത് നമ്മുടെ വോയിസ് കൊണ്ട് വായിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അവരത് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് അവർ കൺഫേം ചെയ്യുക. അതിൽ ഫേക്ക് ആയിട്ടുള്ളതൊന്നും നമുക്ക് അതിൽ ഉള്ളിലോട്ട് പോകാനായിട്ട് പറ്റില്ല. അതാണ് അവരുടെ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തു. ഇപ്പോൾ ഞാൻ ഒരു ഫീമെയിലായിട്ടാണ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അകത്ത് പോകുമ്പോൾ ജസ്റ്റ് ചാറ്റിന് എനിക്ക് വരിക ഏതെങ്കിലും മെയിലായിരിക്കും, ഏതെങ്കിലും വോയിസ് ആയിരിക്കും. അതല്ല ചാറ്റ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കയറുവാണെങ്കിൽ അവർ പറയുന്നത് അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ള ചെറിയ കാര്യങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ശേഷം ഞാൻ അതിനെപ്പറ്റി പറയാം. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയുടെ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ അറ്റാച്ച് ചെയ്ത വീഡിയോ എനിക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാനെങ്കിലും പറ്റി. മറ്റ് കുറച്ച് വീഡിയോസ് ഉണ്ട്, അതെനിക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ മറ്റൊരു അതിശയം എന്ന് പറയുന്നത് നോർമൽ വോയിസ് കോളും ഉണ്ട്. അതല്ലാതെ ഏറ്റവും കൂടുതലും ഗേൾസ് സംസാരിക്കുന്ന വീഡിയോ കോളാണ്. എനിക്ക് തോന്നുന്നു വീഡിയോ കോളിൽ കുറച്ചുകൂടി മണി അവർക്ക് കിട്ടുമായിരിക്കും മേ ബി. അപ്പോൾ ജെൻസൊക്കെ അത്യാവശ്യം നോർമലായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഗേൾസിൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് എനിക്ക് ചിരിയും വന്നു. ഇത്രയും ഗതിയിട്ട് പോയോ എന്നുള്ളൊരു ഇത്. കാരണം അത്രയും ഒലിപ്പിച്ചിട്ടൊക്കെ ഈ ഗേൾസ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ്. അപ്പോൾ വീട്ടിലുള്ള പാരൻസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ ലൈഫ് അത് ഇതിലോട്ട് സ്പോയിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഈ കഞ്ചാവ് ഇതൊക്കെ എങ്ങനെയാണോ അങ്ങനെയാണ് നാളെ ഒരു സമയത്ത് ഈ പറയുന്ന ഇതിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഇതിൽ ആഡായിട്ടുള്ളവരെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര പാടായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. ഇവരുടെ സംസാരം, ഇതിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട്. കാരണം നമ്മളിതിൽ സംസാരിക്കുന്ന ഒരിക്കലും നമുക്ക് അറിയാമെന്നുള്ളൊരു വ്യക്തിയോടല്ല. ഞാനിതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എവിടെ നിന്നോ ഒരു മെയിൽ വരുന്നുണ്ട്, ഒരു ആൺകുട്ടി വരുന്നുണ്ട്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ ക്യാരക്ടർ എന്താണ്, അവരുടെ ഒരു കാര്യം നമ്മൾ അറിയുന്നില്ല. അവരെന്താണോ പറയുന്നത് അവരെ പറ്റി, അതാണ് നമ്മൾ വിശ്വസിക്കുക. അപ്പോൾ ശരിക്കും അവരുടെ കാര്യങ്ങൾ അറിയാതെ ഈ സംസാരിച്ച് പ്രണയത്തിലോട്ട് പോകുന്നു. കൂടാതെ അത് ഗ്രൂപ്പ് ചാറ്റ് ആകുന്നു. ഗ്രൂപ്പ് കോളിങ്ങിലൊക്കെ 2 ലേഡി 1 ബോയ്, 3-4 ലേഡി 1 ബോയ്, ഇങ്ങനെയൊക്കെ ഇരുന്ന് അവർ ഫേസ് ടു ഫേസ് കാണിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ വീഡിയോസ് ഒന്നും എനിക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അറ്റാച്ച് ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ജസ്റ്റ് എന്താണെന്ന് കയറി ഒന്ന് നോക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതിയാവും. എന്നിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. കാരണം ദോഷമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ പ്രൊമോഷൻ ചെയ്യുന്ന ആരും ഈ പറയുന്ന ഫ്രണ്ട് ആപ്പ് നമ്മൾ യൂസ് ചെയ്യാത്തവരാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ അത്യാവശ്യം ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. പിന്നെ ഈ പറയുന്ന മണി കിട്ടും. നമ്മൾ എത്ര മിനിറ്റ് സംസാരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി കുട്ടികൾ സംസാരിക്കുന്നുണ്ട് ആ ഒരു ക്യാഷ് എങ്ങനെയെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട്. ഇതറിയാതെ കുറച്ച് മന്ദോത്തികൾ ബോയ്സ് ചുമ്മാ വെറുതെ ക്യാഷ് റീചാർജ് ചെയ്ത് ഈ ഒരു ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായമല്ല, എനിക്ക് തോന്നിയത് ഈ ഒരു കാര്യങ്ങളാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. മറ്റൊരു വീഡിയോ വീണ്ടും ഞാൻ വരാം. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഫ്രണ്ട് ആപ്പ്, നിങ്ങൾക്ക് അറിയാമോ അല്ലെങ്കിൽ അറിയാവുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അത് ജസ്റ്റ് എൻ്റെ ഈ ഒരു വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.